നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു തെർത്തീവുമില്ലല്ലോ. തോന്നിയവൻ ഓരോരുത്തൻ ഓരോന്ന് പറയുന്നേ. എവനൊക്കെ എന്താന്ന് വെച്ചാ ഏത് പറയണം പറയണ്ടെന്നുള്ള ഒരു അന്തമില്ല. അല്ല, ആരാണ് ഇപ്പൊ തെർത്തീപൊന്നും ഇല്ലാതെ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഒരു അന്തവും കുന്തവും ഇല്ലാതെ ആരെ പറ്റിയപ്പ നമ്മളെ ശൈഖ് പറഞ്ഞത്? ആടെ റസൂലുള്ളാഹിനെ പറഞ്ഞപ്പം അള്ള ഇടപെടണേ കണ്ടങ്ങള്. ഓനെ മാത്രല്ല, ഓന്റെ കുടുംബത്തിന് അടക്കി അള്ള കൊടുക്കണേ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഒരു സൂറത്തന്നാട്ട് ഇറങ്ങ. ഇതാരാ റസൂലുള്ളാഹിനെ നിന്ദിച്ചപ്പം അള്ള പറയണ ചീത്ത കണ്ടങ്ങള്. അള്ള പറയണ ചീത്ത കണ്ടങ്ങള് പറയ. ഫ്ലാഷ് ബാക്ക്. സൂറത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ കണ്ടാല് ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ്. അതാണ് തെറിയായ സൂറത്തല്ല. ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല. സത്യത്തിലെ 2 ദിവസത്തിന്റെ ഉള്ളിൽ നടന്ന പരിപാടിയിലാണ് ഈ തെർത്തീബില്ലാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞത്. ഒരു പരിപാടി കൂട്ടായി, അവിടെ പറഞ്ഞു അള്ളാഹു ചീത്ത പറയുന്നില്ല. പിറ്റേ ദിവസത്തെ പരിപാടി അയാളെ വീട്ടില്, അവിടെ പറഞ്ഞു അള്ളാഹു ചീത്ത പറയാണ്. നല്ല തെർത്തീബ. എന്താ തെർത്തീബ്? തോന്നിയത് പറയുന്നേയില്ല. ഷെയ്ഖിനെ കുറിച്ച് തന്നെ പറയില്ലല്ലോ, ഞാൻ തോന്നിയത് പറയുന്ന ആളാണ്, തെർത്തീബില്ലാതെ പറയുന്ന ആളാണ്, അന്തവും കുന്തവും ഇല്ലാതെ പറയുന്ന ആളാണ് എന്നൊക്കെ. അപ്പൊ നമ്മളിട്ട ക്ലിപ്പ് മാറിപ്പോയതാണ്. അത് മായ്ച്ചു കളി. അത് നമ്മൾ സോറി നമ്മള് അത് ഇടാൻ പാടില്ലായിരുന്നു. ഇവിടുത്തെ മക്കള് വയതറിയണ നോക്കാണ്ടി. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുറിച്ചുണ്ടാക്കിയിട്ടൊന്നും ശരിയാകണില്ലല്ലോ നിങ്ങളെ ക്ലിപ്പ്. ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ പവർ നോക്കിങ്ങള് അതിനൊക്കെ എത്ര പത്തര മാറ്റാ. നമുക്കിനി കുരുവട്ടൂരികളുടെ പത്തര മാറ്റി ക്ലിപ്പ് കേൾക്കാം. ക്ലിപ്പ് 1 പോന്നോട്ടെ. ശൈഖുന മടവൂരിനെയും പോയിട്ടിട്ട് ഈ പൂത്തള പിടിക്കല. സോറി ക്ലിപ്പ് മാറിയതാ. ക്ലിപ്പ് 2 പോന്നോട്ടെ. ഇതേതോ ചെറിയ മൊയിലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? സോറി, അതും മാറിപ്പോയിട്ടാ. ക്ലിപ്പ് 3 പോന്നോട്ടെ. ഒക്കെ മാറിപ്പോവോ, എന്താ ചെയ്യാ? നമുക്കൊരു തെർത്തീബില്ല. തോന്നിയത് കാട്ടുകയാണ്. ക്ലിപ്പ് 3. ആണായി പിറന്നവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ഈ സുലൈമാൻ ഫൈസി തെളിയിച്ചേ പറ്റൂ. അന്റെ മണ്ടക്ക് മുണ്ടമടി കൊണ്ട് തൊട്ടിട്ടും. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുറിച്ചുണ്ടാക്കിയിട്ടൊന്നും ശരിയാകണില്ലല്ലോ നിങ്ങളെ ക്ലിപ്പ്. ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ പവർ നോക്കിങ്ങള് അതിനൊക്കെ എത്ര പത്തര മാറ്റാ. എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം അങ്ങോട്ടൊക്കെ മാറ്റാൻ കഴിയോ? അപ്പന്റെ ചങ്ങായി, നിങ്ങൾ ഈ നൗഷാദിനെ വയല് പറയാൻ പറഞ്ഞിട്ട് അയാളെ ലൈവ് ഒന്നും കാണലില്ലേ? നിങ്ങൾക്ക് വീട്ടിലെന്താ പണി? കുത്തുറന്ന് ഉറങ്ങല? നിങ്ങൾ ഒരു ദിവസം ലൈവ് കണ്ടോക്കി, അപ്പൊ മനസ്സിലാവും എത്ര മാറ്റാണ്ടാവും എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചരാ, കണ്ടോളി. 13-ാം തീയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. 13-ാം തീയതി ആരെ വിളിച്ചതാണ്? ഉമർ ഹഫീദിനെ വിളിച്ചു തുടങ്ങിയതാണ്. 13-ാം തീയതി ആദ്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. എന്നാ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ജൂലൈ 15-ന്. കണ്ടാ, നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ നൗഷാദിന്? എടാ നൗഷാദ് മോനെ, കാന്തപുരം പറഞ്ഞത് കളവാണ്, അതുകൊണ്ട് നീ അതിനെതിരെ പ്രസംഗിക്കണം. അപ്പൊ അവൻ പ്രസംഗിച്ച കോല. ഉസ്താദ് ഇടപെട്ടു എന്നുള്ളത് ഒരു പ്രസംഗത്തിൽ 13, അതേ പ്രസംഗത്തിൽ വീണ്ടും 14, പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ 15. ഹേയ്, എന്താ മാറ്റാനൊന്നുമില്ല. ഒരു അണുമണി തൂക്കം പോലും മാറ്റാനില്ല. നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ. നമ്മളെന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും. ജാഹിലിയ്യ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം അന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി മശായിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയ്യ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013-ന് ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണ്. പിന്നെ ഈ ഖുറാഫാത്തുനിന്നും ജാഹിലിയത്തുനിന്നൊക്കെ പോയി ഒരു 2020-ന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പ് ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യില്ല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട് കടപ്പുറം പോലെയുള്ള നല്ലൊരു സ്ഥലം നമുക്ക് തെരഞ്ഞെടുക്കാം. ആളാണോ ഞങ്ങൾ വിളിച്ചതാരെയാ? ഞങ്ങൾ മുഷാവറയോടാ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ നേതാവിനോടാ, നേതൃത്വത്തോടാ. നിങ്ങളെ മുജദ്ദിദ് അടക്കം വേണമെന്നാ ഞങ്ങൾ പറഞ്ഞു. അല്ലേ? എല്ലാരും വിളിക്കാ. കോഴിക്കോട് കടപ്പുറത്ത് നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടാ. അല്ലേ? 2013 മുതൽ ഞങ്ങൾ പിഴച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രേഖ നിങ്ങളെ സമീപത്ത് വേണല്ലോ. ആ രേഖ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലോകർക്ക് കാണിക്കാനുള്ള അവസരം
അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണ്. പിന്നെ ഈ ഖുറാഫാത്തൊന്നും ജാഹിലിയത്തൊന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പ് ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യില്ല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വരാം 2013 മുതൽ ഈ സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്ന എല്ലാ സംഗതിയും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരാം. ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ പവർ വർക്കിങ്ങൾ അതിനൊക്കെ എത്ര പത്തര മാറ്റാ. എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം കൊണ്ടൊക്കെ മാറ്റാൻ കഴിയോ? ചില്ലറല്ല മാറ്റാനുള്ളത്, നോട്ടെന്നെ മാറ്റാണ്ട്. ഒരു കൊല്ലം പ്രസംഗിക്കാൻ നിങ്ങൾ 2020 വരെയുള്ളത് നിങ്ങൾ കൊണ്ടുവരന്നെ വേണ്ട. 2020 ശേഷമുള്ളത് കൊണ്ടുവന്നാൽ വേണമെങ്കിൽ നോക്കാം, അതും ഉറപ്പില്ല. പിറ്റത്തെ കൊല്ലം പ്രസംഗിക്കാണ്, നിങ്ങൾ 2013 മുതലുള്ളത് കൊണ്ടുവരൂ, നമുക്ക് സംവദിക്കാം. ഇത് ചില്ലറെ? ഇതെന്തെങ്കിലും ഒരു നാക്ക് പിഴവാണോ? അല്ല, ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള പിഴവാണ്. അത് ബോധപൂർവം പറഞ്ഞതാണ്. അപ്പൊ എന്റെ ശൈഖ്, ഞങ്ങളല്ലേ ഈ ചങ്ങായിക്ക് ഈ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത്? നൌഷാദ് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങൾ മൈക്കുകളാണ്, കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അവനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പറയാന്നല്ലാതെ ഈ കാലഘട്ടത്തിന്റെ മശായിഖ് എന്ന് പറഞ്ഞാല് ഈ കോമാട്ടിൽ അബ്ദുള്ളല്ലേ, നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾക്കും അന്തമില്ലേ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കാത്തതെന്നൊക്കെ? എന്നിട്ട് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുക, ചില്ലറ കാണിച്ചു തരാൻ പറ്റുമോന്ന്. ഇതൊന്നല്ല, ഇഷ്ടമാതിരിണ്ട്. അത് കാണിച്ചാൽ വീഡിയോ നീണ്ടുപോകും. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കി. മാറ്റാനുള്ളത് ഒന്നും രണ്ടൊന്നുമല്ല. ഓരോ പ്രഭാഷണം എടുത്താൽ അതിൽ ഓരോന്നും മാറ്റാണ്ടാവും. നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ. ഇതന്നെ അള്ളാന്റെ ഔലിയാക്കന്മാരെ കറാമത്ത്, ഇതന്നെ മശായിഖന്മാരെ കറാമത്ത്, മടവൂരിന്റെ കറാമത്താണിത്. ഔലിയാക്കളെ കറാമത്ത് ഇനി ഞാൻ കാണിച്ചുതരാം. സോഷ്യൽ മീഡിയ യുഗത്തിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയരുത്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ. ആരാണങ്ങനെ മടവൂര് ഷെയ്ഖുനാന്റെ കറാമത്ത് ചിലതൊന്നും പറയരുത് എന്ന് പറഞ്ഞത്? ആരപ്പ പറഞ്ഞത്? പാട്ടൊക്കെ പാടണവരും ശ്രദ്ധിക്കണം. ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട്. ഖാസായി പ്രത്യേകമായുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കുന്നിടത്ത് പോയി പാടരുത്. ഓരോ പാട്ടും ഓരോ പറച്ചിലിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാ. ബിൽഡിങ്ങിന് വരെ കറാമത്ത് അവതരിപ്പിച്ച ആളാണ് മടവൂര് ഷെയ്ഖുനാന്റെ കറാമത്തിനെ കുറിച്ച് പറയാൻ പാടില്ല. എന്നിട്ട് അയാളെ നന്നാക്കാൻ ഗുരുവിന്റെ ശ്രമം വിടോ. നിങ്ങൾ ഒറ്റക്ക് നിങ്ങളെ കറാമത്തിനെ കുറിച്ച് പറഞ്ഞോളി. മടവൂര് ഷെയ്ഖ് എന്ന ഇസ്മതിൽ വന്നാൽ ഇരുത്തേണ്ടടുത്തിരുത്തുക തന്നെ ചെയ്യും. അല്ല, അങ്ങനെ പറഞ്ഞത്? മടവൂര് ഷെയ്ഖുനാന്റെ ഇസ്മു കൊണ്ടുവന്ന് കണ്ട് ആ കറാമത്ത് പറയുമ്പോൾ ചിലയിടങ്ങളിൽ പറയരുതെന്ന് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. ആമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ട്? ആരാണ് പരിധി വെച്ചത്? ആരാണ്? പറ. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. എവിടെ നിന്ന് നീച്ചു വരാൻ കഴിയും? മടവൂര് ഷെയ്ഖുനാന്റെ കറാമത്ത് പറയും, അതിന് 100 നിബന്ധന. എന്നിട്ട് വക്കാലത്ത് പറയാൻ ഒരു മൊയിലേരും. ആരാണ് ഇപ്പൊ നമ്മുടെ മടവൂര് ഷെയ്ഖുനാന്റെ കറാമത്തൊക്കെ പറയാൻ വേണ്ടി നിബന്ധന വെച്ചത്? നഊദു ബില്ലാ. ആരാ വെച്ചത്? ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. അതേസമയം ചില കറാമത്തുകൾ പറഞ്ഞാൽ ആളുകൾ ദീനിനെ തന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത്തരം കറാമത്ത് പറയരുത് എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. ആ പണ്ഡിതനെയാണ് ഞങ്ങൾക്ക് കിട്ടണേ. കണ്ടോ, പണ്ഡിതനൊന്നുമല്ല, എന്നാലും കണ്ടാലൊരു പണ്ഡിതന്റെ രൂപമുണ്ട്. ഈ കിടക്കാൻ നേരത്തുള്ള പുതപ്പൊക്കെ തലി കൊണ്ടുവച്ചിട്ട് അപ്പൊ പണ്ഡിതന്റെ രൂപമുണ്ട്. കണ്ടോ, ആ പണ്ഡിതനെ കണ്ടോ? ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. ഇയാളെ മാത്രമല്ല, ഇയാളുടെ കൂടെയുള്ള മുഷാവറാംഗത്തെ മുഴുവനും കറാമത്തുകളിൽ ഹിദായത്തിന് ഭംഗം വരുത്തുന്നതുണ്ടെന്നും അത് പറയാൻ പാടില്ലെന്നും എഴുതി വെച്ച അഹ്ലുസുന്നയിലെ ഒരു പണ്ഡിതനെ ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമാരെ ഇബ്നു തൈമിയയെ, ഇബ്നുൽ ഖയ്യിമിനെ.
പിന്നെ കുരുവട്ടൂർ ഹാഫിദിനെ. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. ഇപ്പൊ നമ്മളെ മലപ്പുറത്ത് വന്നിട്ട് കുളു പറയാൻ പാടില്ല, നമ്മളിവിടെ കറാമത്ത് പറയുമ്പോൾ പരിധി വിട്ട് പറയാൻ പാടില്ല എന്ന് മിനിയാന്ന്. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. ഇങ്ങോട്ട് നോക്കിങ്ങള് നമ്മുടെ ഉസ്താദുമാര് എല്ലാ കറാമത്തും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ മുന്നിൽ കറാമത്തുകൾ പറയുമ്പോൾ അത് അവർക്ക് വസ്വാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കലാ നല്ലത് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എത്ര ദിവസങ്ങളിലാണ് ഈ ചങ്ങായി വേദി കെട്ടി പറഞ്ഞത്. കണ്ടോ AP സമസ്ത വഹാബിസത്തിലേക്ക്. അവസാനം തന്റെ ഷെയ്ഖ് ഇങ്ങനെ മുന്നിലിരുന്നിട്ട് ഈ വിഷയം പറയുമ്പോ ഈ പൊട്ടൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചിറിക്കുക. എന്റെ നൗഷാദെ, നീ അപ്പൊ എണീറ്റ് ചോദിക്കണ്ടേ ഷെയ്ഖിനോട്, എന്താ ഷെയ്ഖ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ഇന്ന് എത്ര ദിവസമാണ് പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞയച്ചത്? എന്ത് പ്രസംഗിക്കാൻ? എല്ലാ കറാമത്തും പറയരുത്, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ മുന്നിൽ എല്ലാ കറാമത്തും പറയരുത് എന്നൊക്കെ AP സമസ്ത പ്രസംഗിക്കുന്നത് വഹാബിസമാണ്, അതുകൊണ്ട് അതിനെതിരെ പ്രസംഗിക്കൂ നൗഷാദ് എന്ന് പറഞ്ഞ് എത്ര ദിവസമാണ് എന്നെ നിങ്ങൾ പറഞ്ഞയച്ചത്? ഇപ്പൊ നിങ്ങൾ തന്നെ ആ ആശയം പറയാണോ എന്ന് ചോദിക്കണ്ടേ? നിങ്ങൾ ഉണ്ടെന്നതോ 10 സെക്കൻഡ് 20 സെക്കൻഡ് നിങ്ങൾക്ക് ഇത് ശരിയാകുന്നില്ലല്ലോ, കള്ളത്തരല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ. ഇതന്നെ അള്ളാന്റെ ഔലിയാക്കന്മാരെ കറാമത്ത്, ഇതന്നെ മശായിഖന്മാരെ കറാമത്ത്, മടവൂരിന്റെ കറാമത്താണിത്. കറാമത്തോ? എന്ത് കറാമത്ത്? തങ്ങൾ ഇതുവരെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച ഒരു ആശയത്തിനെതിരെ ഷെയ്ഖന്നെ പ്രസംഗിക്കുക, എന്നിട്ട് ഇത് പുറത്തു പോയാൽ പ്രശ്നമാണ് എന്ന് കരുതി ആ വീഡിയോ പ്രൈവറ്റ് ആക്കുക, അത് മറ്റുള്ളവർക്ക് കാണിക്കാത്ത രൂപത്തിൽ അടച്ചു പൂട്ടി വെക്കുക. നല്ല കറാമത്താ, ഭയങ്കര കറാമത്ത്, കാറാമ്പട്ടെ കറാമത്ത്.